ദേവിയുടെ മിത്രന്റെയും ആര്യന്റെയും തലയ്ക്ക് ഒഴിഞ്ഞ 3 കോയിനുകൾ മീനുവിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മീനു എടുക്കാൻ മറന്നിട്ടില്ലല്ലോ? ഇല്ല മേ, മറന്നിട്ടില്ല. അത് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. മീനു വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇത്രയും സാധനങ്ങളെ നമ്മളോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തോളാം സ്വാമി പോറ്റി പറഞ്ഞേ. എടാ ധർമ്മ, സുകന്യയുടെ തലക്കൊഴിഞ്ഞ കോയിൻ നിന്റെ കയ്യിലുണ്ടല്ലോ? അയ്യോ, അതെന്റെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല ചേച്ചി. ചേടാ, എന്ത് പണി ഇവനീ കാണിച്ചത്? അമ്മ ടെൻഷൻ അടിക്കണ്ട, മാമ മറന്നു വെച്ചാ കോയിൻ ഞാൻ മറക്കാതെ എടുത്തിട്ടുണ്ട്. ഭാഗ്യം. അനുമോളെ, നീ മാമന്റെ മുത്താണ്. നീ ആ കോയിൻ മറക്കാതെ എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് മാമന് കിട്ടുന്നത്. ബാലേട്ട, നമുക്ക് ആദ്യം സ്വാമി പോറ്റിയെ പോയി ഒന്ന് കാണാം. ശരി, വാ. നമസ്കാരം. നമസ്കാരം, ഇതാണ് ബാലേട്ട. നമസ്കാരം. ബാലേട്ട, ഇത് സ്വാമി പോറ്റി. അഗ്നിപൂജയ്ക്ക് മുമ്പ് ചില ചടങ്ങുകളുണ്ടെന്ന് സ്വാമി പോറ്റി പറഞ്ഞുവെന്ന് ഗോമതി പറഞ്ഞിരുന്നു. അല്ല, പൂജയ്ക്ക് മുമ്പ് ഞങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? അഗ്നിപൂജയ്ക്കുള്ള അനുവാദം വാങ്ങും. അമ്മ അനുവദിച്ചാൽ മാത്രമേ അഗ്നിപൂജ നടത്താനാവൂ. അല്ല, വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ലായിരുന്നു. ഗോമതി അഗ്നിപൂജയ്ക്കുള്ള വ്രതം എടുത്തു. നിങ്ങൾ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളും ചെയ്തു. അതൊക്കെ ശരിയാണ്. പക്ഷേ പൂജ തുടങ്ങണമെങ്കിൽ ദേവി എനിക്ക് അനുവാദം തരണം. ദേവി അനുവദിച്ചില്ലെങ്കിൽ പൂജ ചെയ്യാൻ കഴിയില്ല. അയ്യോ, അപ്പോ അഗ്നിപൂജ നടക്കില്ലെന്നാണോ പറയുന്നത്? അഗ്നിപൂജ നടക്കില്ല എന്നല്ല, ദേവി അനുമതി നൽകണം, അല്ലാതെ നടക്കില്ല. ബാലേട്ട, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയോ? ഗോമതി, തണുന്ന് സമാധാനപ്പെട്. സ്വാമി പോറ്റി, ദേവി അഗ്നിപൂജയ്ക്ക് അനുവാദം തരാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറയാ മോനെ, എന്തായിടാ? അമ്മേ, പൂജ തുടങ്ങാൻ പോന്നമ്മേ. മോനെ, എനിക്ക് ആകെ പേടിയാവുന്നടാ. അമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കാം. കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും. ഇത്രയും നാളും നമ്മളോട് കാണിച്ചതിനൊക്കെ ഇത് കൃത്യമായിട്ടൊരു തിരിച്ചടിയാ. മോനെ അലുകെ, സൂക്ഷിക്കണേ. ദേ, ഇതിന്റെ പിന്നിൽ ആരാണ് എന്താണെന്നുള്ള അന്വേഷണം വന്ന നമ്മൾ ആകെ കുഴയും. അമ്മേ, അമ്പലത്തിലെ പൂജക്കടലിലെ സംഭവം നടക്കുന്നത് സ്വാഭാവികമായി സംഭവിച്ച ഒരു അപകടം. അതിലങ്ങ് അവസാനിക്കും. എടാ, ചടങ്ങുകളൊക്കെ തുടങ്ങാറായോ? ആയിട്ടുണ്ട്. അതിന്റെ തുടക്കത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുക. പ്രധാന പൂജയിലോട്ട് ഉടനെ കിടക്കും. എടാ, നീ ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ അറിയിക്കണം കേട്ടോ. ശരി അമ്മേ. എല്ലാം അലോക മനസ്സിൽ കാണുന്ന പോലെ തന്നെ നടക്കണേ ഈശ്വര. ദേവിക്ക് കുങ്കുമം സമർപ്പിച്ച് അഗ്നിപൂജയ്ക്ക് അനുവാദത്തിനായി ദേവിയോട് അപേക്ഷിക്കണം. അമ്മേ, ഞങ്ങളെ കൈവിടല്ലേ. അഗ്നിപൂജയ്ക്ക് അമ്മ അനുവാദം തരണം. ദേവിയെ പ്രാർത്ഥിച്ച ശേഷം പൂജയ്ക്കുള്ള തടസ്സങ്ങൾ മാറാൻ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും വിഘ്നേശ്വരന് കറകക്കെട്ട് സമർപ്പിക്കും. പ്രധാനമായും വ്രതമെടുത്ത് പൂജയ്ക്കിരിക്കുന്നത് ആരാണ്, അയാളുടെ കയ്യിൽ നിന്ന് കറകക്കെട്ട് വാങ്ങി പ്രാർത്ഥിച്ച് കുടുംബാംഗങ്ങൾ ഓരോരുത്തരും വിഘ്നേശ്വരന് സമർപ്പിക്കണം. കുടുംബാംഗങ്ങൾ ഓരോരുത്തരുടെയും തലയ്ക്കൊഴിഞ്ഞ നാണയത്തിന് മുകളിൽ നാരങ്ങ വെച്ച് ദേവിക്ക് മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കണം. അമ്മേ ദേവി, പ്രാർത്ഥന ഫലം കണ്ടു. ദേവി അനുവാദം തന്നു. ശ്രീകോവിലിൽ നിന്ന് ദേവിക്ക് ധാര നടത്തിയ ജലം നൽകി. പ്രധാനമായും അഗ്നിപൂജയ്ക്ക് വ്രതമെടുക്കുന്ന ആളെ കുടുംബനാഥൻ ആ ജലത്തിൽ സ്നാനം ചെയ്യിക്കണം. അതിനുശേഷം പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ക്ഷേത്രക്കിണറ്റിൽ നിന്ന് കുടത്തിൽ വെള്ളം ശേഖരിക്കണം. ആ കുടവുമായി ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വയ്ക്കണം. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എത്ര നേരം വെച്ചാ റൂമിൽ വെറുതെ ഇരിക്കാം. കുറച്ചു നേരം എന്തെങ്കിലും ഒരു ജോലി ചെയ്താ ബോറടി അങ്ങോട്ട് മാറിക്കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ മൂക്കൊരു സഹായാവും. അതെ, എടുത്തോടെ ഞാൻ എന്തോ പറഞ്ഞേ? അത് ഇവിടെ 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 എന്റെ മുഖത്ത് നോക്ക്. ഓ, എന്താ പറഞ്ഞേ? റൂമിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ. പിന്നെ ഇതിപ്പോ വലിയ കാര്യേ. കിച്ചണിലെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കിക്കോളാം. എന്റെ ഫുഡ് റെഡിയാകുമ്പോ വന്ന് വിളിക്കും. അപ്പൊ വന്ന് കഴിച്ചാ മതി. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. ദേ, വിട്ടോ ഇവിടെ കിടന്ന് കറങ്ങാതെ നേരെ റൂമിലോട്ട് വിട്ടോ. ഫുഡ് റെഡി ആവുമ്പോ ഞാൻ വിളിക്കും. റൂമിൽ നിന്ന് അപ്പോഴേ പുറത്തോട്ട് ഇറങ്ങാവൂ, മനസ്സിലായോ? ഞാൻ ഇവിടെ നിൽക്കാൻ മോളെ. നിനക്ക് എന്തെങ്കിലും ഒരു കൈ സഹായം ആവില്ലേ? അതുകൊണ്ടാ. എന്ത് പറ്റി? അത് ഉപ്പുപാത്രം നിലത്ത് വീണ് പൊട്ടിയ ദുഷ്യകനാണെന്നാ പറയാറ്. അല്ല, മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ളതാ. കേട്ടിട്ട് ടെൻഷനൊന്നും ആവണ്ട, അറിയാതെ പറ്റിയതല്ലേ. പ്രാർത്ഥിച്ചിട്ട് ആ കുടം ദാ ഇവിടെ വെച്ചോ. എന്റെ കൃഷ്ണ, അമ്പലത്തിലെ അമ്മയും മറ്റുള്ളവരും പൂജ കഴിയുമായിരിക്കും. കൃത്യം ആ സമയം തന്നെ എന്റെ കയ്യിൽ നിന്ന് ഉപ്പുപാത്രം താഴെ വീണ് പൊട്ടി. അത് നീ തന്ന സൂചന വല്ലതുമാണോ? എന്റെ കണ്ണ, പൂജയ്ക്ക് വിഘ്നങ്ങളൊന്നും വരുത്തല്ലേ. അവിടെ ഇരുന്നോളൂ. എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് മാത്രമേ തീർക്കാവൂ. എനിക്കറിയാം, എല്ലാം കാണുന്നവനും അറിയുന്നവനും അറിയാന്ന്. ഞാൻ പറഞ്ഞതും ചെയ്തതുമായ കള്ളങ്ങളൊക്കെ നിന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവും. ഞാനതൊക്കെ ചെയ്തത് മനഃപൂർവ്വം ഒരാളെ ദ്രോഹിക്കാനല്ലെന്നും നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹോമകുണ്ടത്തിന് തീ കൊളുത്തിയാൽ പിന്നെ എന്ത് സംഭവിച്ചാലും അഗ്നിപൂജയിൽ പങ്കെടുക്കുന്ന ഒരാൾ പോലും എഴുന്നേൽക്കാൻ പാടില്ല. ഇപ്പൊ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. എന്റെ തെറ്റുകൾക്ക് ആ പാവം കുഞ്ഞ് ശിക്ഷ അനുഭവിക്കാൻ ഇടവരുത്തല്ലേ. ആ കൈനോട്ടക്കാരി പറഞ്ഞത് മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. മനസ്സിലെന്നും എന്റെ കുഞ്ഞ് മാത്രം. അഗ്നിപൂജ സമയത്ത് അഗ്നി ആളികൾ നമ്മളെ ഭയപ്പെടുത്തും. ആരും ഭയക്കരുത്. അണയേണ്ട സമയത്ത് അഗ്നി താനെ അണഞ്ഞോളൂ. കൃഷ്ണ, അമ്മയായിരുന്നു എനിക്കെല്ലാം. യശോദാമ്മയായിരുന്നു നിന്റെ ലോകം. നിന്നെ പോലെ എന്റെ കുഞ്ഞ് എന്നെ അമ്മയെന്ന് വിളിക്കുന്നതും കുസൃതി കാണിക്കുന്നതും ഞാൻ അവന് മധുരം കൊടുക്കുന്നതും അവൻ കട്ട് തിന്നുന്നതും ഒക്കെ ആയിട്ട് ഒരു സങ്കല്പ ലോകത്തില ഞാനിപ്പോ. അത് സത്യവാനായിട്ട് നീ എന്നെ അനുഗ്രഹിക്കണേ. അതിനോട് പ്രാർത്ഥിച്ചപേക്ഷിക്കുക. എല്ലാവരുടെ നന്മയ്ക്കായിട്ട് അമ്പലത്തിൽ നടക്കുന്ന പൂജ മംഗളമായിട്ട് നടക്കാൻ അനുവദിക്കണേ. ദൈവമംഗലത്തെ ആർക്കെങ്കിലും മേലൊരു ഭീഷണി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ രക്ഷിക്കണേ. ആര്യ, അമ്പലത്തിലെത്തിയോ? ഇല്ല, ഞാൻ ഓൺ ദ വേയാ. ഓൺ ദ വേയോ?
ഒന്ന് വേഗം ചെല്ല ആര്യ, അവിടെ പൂജ തുടങ്ങിയിട്ടുണ്ടാവും. തുടങ്ങട്ടെ, ഞാൻ എത്തിക്കോളാം. ആര്യ ഒന്ന് പെട്ടെന്ന് എത്ത് പ്ലീസ്. എന്തുപറ്റി? എന്താ ഒരു ടെൻഷൻ പോലെ? ടെൻഷൻ പോലെയല്ല, ടെൻഷൻ തന്നെയാ. ഉപ്പുപാത്രം നിലത്ത് വീണ് പൊട്ടി. അതിനാണോ എന്നോട് ഒച്ചെടുക്കുന്നത്? അമ്മ അറിഞ്ഞാൽ ചൂടാവുന്ന വെച്ചിട്ടാണോ? അതെ, ടെൻഷൻ വേണ്ട. അമ്പലത്തിൽ നിന്ന് വരുമ്പോ ഞാൻ ഒരെണ്ണം വാങ്ങിട്ട് വരാം. പുതിയത് വാങ്ങാൻ വേണ്ടി അല്ല ആര്യ, ഉപ്പുപാത്രം വീണ് പൊട്ടുന്നത് നല്ലതല്ല. അതെ, വിലയുള്ളതാ. ദേ ആര്യ, കാര്യം മനസ്സിലാക്കാതെ എന്തെങ്കിലും വിളിച്ച് പറയല്ലേ. മംഗളകരമായി എന്തെങ്കിലും നടക്കുന്നതിനിടയില് ഉപ്പുപാത്രം വീണ് പൊട്ടുന്നത് ദോഷമാ. ഉദാഹരണങ്ങൾ വെച്ച് അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്കിത് അനുഭവം ഉള്ളതാ. ഇന്നിപ്പോ ദേവിയടിച്ചിട്ട് കയ്യുന്ന പാത്രം നിലത്ത് വീണ് പൊട്ടിയെ. അമ്പലത്തിൽ പൂജ നടക്കുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ എന്താ അതിനർത്ഥം? എടോ, ദേവി എടുത്ത് ഞാൻ പാത്രം നേരെ പിടിച്ചില്ല, അത് തന്നെയാ അർത്ഥം. അതല്ല അർത്ഥം. ആ തത്തക്കാരി പറഞ്ഞ അറിയാലോ, ഒരു ദോഷം വരും. അതിനു മുൻപ് ചില സൂചനകളും കിട്ടുമെന്ന്. ആര്യ, ഇതൊരു സൂചനയാ. അതെ, വേണ്ട. ഇതിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ തമ്മിൽ തെറ്റണ്ട. ഞാനിപ്പോ എന്താ വേണ്ട? എത്രയും പെട്ടെന്ന് ഒന്ന് അമ്പലത്തിലോട്ട് എത്തണം. അവിടെ നടക്കുന്ന പൂജയിൽ ഒത്തുചേരണം. ശരി, ഫോൺ കട്ട് ചെയ്തു. 5 മിനിറ്റിനുള്ളിൽ ഞാൻ അമ്പലത്തിലെത്തും. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. പാത്രം പൊട്ടിന്റെ ദോഷമാണോ? ഈ ഓണല്ല. നെയ്യ് ഇവിടെന്ന് തരും. ആ നെയ്യ് അല്പമെടുത്ത് കുടുംബത്തിലെ സർവ്വദോഷങ്ങളും മാറാൻ അമ്മയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. എന്നിട്ട് ചെറിയ പോറ്റി തരുന്ന പാത്രത്തിലേക്ക് ആ നെയ്യ് ഒഴിക്കണം. ഗോമതി ചെയ്യണ്ട. ഗോമതി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ബാക്കി എല്ലാരും ഇത് ചെയ്യണം. കണ്ണടച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ദോഷങ്ങൾ വിട്ടകലാൻ അമ്മയോട് അപേക്ഷിക്കുക. ആ നെയ്യ് ചെറിയ പോറ്റിയുടെ കയ്യിലെ പാത്രം കണ്ടില്ലേ, അതിലേക്ക് ഒഴിക്കുക. എല്ലാരും അതുപോലെ ചെയ്യുക.